ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായനഭാഗം സംഖ്യാപുസ്തകം 2 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 2-ാം അധ്യായം 34-ാം വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ താന്താങ്ങളുടെ കൊടിക്കരികെ പാളയമിറങ്ങി. അങ്ങനെ തന്നെ അവർ കുടുംബം കുടുംബമായും കുലം കുലമായും പുറപ്പെട്ടു. ഇസ്രായേൽ ജനതയുടെ ദീർഘമായ യാത്രയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആ യാത്രയിലെ ക്രമങ്ങളും അവരുടെ ശുശ്രൂഷയും ഉത്തരവാദിത്വങ്ങളും ദൈവം നിശ്ചയിക്കുന്നതായാണ് കാണുന്നത്. ഇത്തരത്തിലെ അവരുടെ യാത്രയുടെയും ജീവിത രീതികളുടെയും കേന്ദ്രമെന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമായ സാക്ഷ്യകൂടാരമായിരുന്നു. ഇതിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെയും ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്നത് എപ്പോഴും ദൈവം തന്നെ ആയിരിക്കണം എന്നാണ്. ഈ സംഭവത്തിലൂടെ ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവിക സാന്നിധ്യം ജീവിതത്തിൻ്റെ കേന്ദ്രമായിരിക്കണം. ഇസ്രായേൽ ജനത മരുഭൂമിയിൽ പാളയമിറങ്ങുമ്പോൾ ദൈവം അതിന് വ്യക്തമായ ക്രമങ്ങൾ നിർദ്ദേശിക്കുന്നു. ആ ക്രമത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് മാത്രമാണ്: ഏവരും ദൈവിക സാന്നിധ്യം അനുഭവിക്കണമെന്ന്. പാളയത്തിൻ്റെ മധ്യത്തിൽ സമാഗമന കൂടാരവും അതിനു ചുറ്റും ഗോത്രങ്ങളും എന്ന വിധത്തിലാണ് യഹോവയായ ദൈവം അത് ചിട്ടപ്പെടുത്തിയത്. ദൈവം അവരുടെ അരികിലല്ല, പിന്നെയോ അവരുടെ മധ്യത്തിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം ദൈവമായാൽ നമ്മുടെ ജീവിതത്തിനൊരു ക്രമവും താളവും ഒക്കെ ഉണ്ടായിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന്. അതിനാൽ നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ ശുശ്രൂഷ മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം ദൈവമായിരിക്കണം, അഥവാ ദൈവിക സാന്നിധ്യമായിരിക്കണം നമ്മുടെ കേന്ദ്രബിന്ദു. രണ്ടാമതായിട്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പ്രകടമാക്കണം. ഇവിടെ ലേവ്യർ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായി വേർതിരിക്കപ്പെട്ടു. സമാഗമന കൂടാരം ചുമക്കേണ്ടി വരുമ്പോൾ അത് ചുമന്നു കൊണ്ടുപോകുക, സമാഗമന കൂടാരത്തിന് കാവൽ നിൽക്കുക, ശുശ്രൂഷ ചെയ്യുക, ഇത്തരം ഉത്തരവാദിത്തങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതിനാൽ ലേവ്യർ അഥവാ പുരോഹിതന്മാർ അവർ ദൈവത്തിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ അവർക്ക് മാത്രം ചെയ്യുവാനായി വേർതിരിക്കപ്പെട്ടിരുന്ന ഉത്തരവാദിത്വങ്ങളിൽ അവർ നീതി പുലർത്തുന്നു. ഇങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെയും കേന്ദ്രമാകുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതായ സേവനങ്ങളും ശുശ്രൂഷകളും ഒരു ഭാരമായി കാണാതെ നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് അത് ഏറ്റെടുക്കുക. ഇത്തരം ഉത്തരവാദിത്വങ്ങൾ ബുദ്ധിമുട്ടായിട്ടല്ല, സമർപ്പണത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ കാണുക. എന്നാൽ ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നത്, നിന്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം ആരാണ്? നീ തന്നെയാണോ? അതോ ലോകമാണോ? അതോ ലോകത്തിൽ ഉള്ളതാണോ? അതോ ജീവനുള്ള ദൈവമായ ഞാനാണോ നിന്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു. ആ ദൈവസന്നിധിയിലേക്ക് ശാന്തമായി നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു അവിടുന്ന് തന്നെ ആയിരിക്കണമേ. അതിലൂടെ ഞങ്ങളുടെ ജീവിതം സ്ഥിരതയുള്ളതും അനുഗ്രഹീതവും ആക്കി തീർക്കണമേ. ആമേൻ.